നമസ്കാരം, ജിയോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ എൽസ. ഞാൻ ജസ്വിൻ. പ്രധാന വാർത്തകൾ. മറ്റൊരു അധ്യയന വർഷം കൂടി പ്രവേശനോത്സവം ആഘോഷമാക്കി കുട്ടികളും അധ്യാപകരും. പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണം. മാതൃകയായി സെന്റ് ജോർജ് UPS. വായന പക്ഷാചരണം സമുചിതമായി കൊണ്ടാടി സെന്റ് ജോർജ് UPS. മരുഭൂകരണം, വരൾച്ച, പ്രതിരോധം എന്നിവയെ ലക്ഷ്യമാക്കി പരിസ്ഥിതി ദിനം ആഘോഷിച്ചു സെന്റ് ജോർജ് UPS. കുട്ടികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് സെന്റ് ജോർജ് UPS. വാർത്തകൾ വിശദമായി. മറ്റൊരു അധ്യയന വർഷം കൂടി പ്രവേശനോത്സവം ആഘോഷമാക്കി കുട്ടികളും അധ്യാപകരും. ജൂൺ 3 തന്നെ പുതിയ അധ്യയന വർഷത്തെ എതിരേറ്റ് സെന്റ് ജോർജ് UPS അധ്യാപകരും വിദ്യാർത്ഥികളും. പുതിയ അധ്യയന വർഷത്തിൽ നിരവധി കുട്ടികളാണ് വിദ്യാലയത്തിൽ പ്രവേശനം നേടിയത്. തുടക്കക്കാരെ പ്രധാന അധ്യാപിക തൊപ്പിയണിയിച്ച് സ്വീകരിച്ചു. ക്ലാസ് ചുമതലയുള്ള സിസ്റ്റർ റിറ്റി മരിയ കുട്ടികൾക്ക് അക്ഷരക്കൊടി നൽകുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. തുടർന്ന് ബാൻഡ് സെറ്റ് അകമ്പടിയോടെ കുട്ടികളെ മീറ്റിംഗ് ഹാളിലേക്ക് ആനയിച്ചു. പ്രസ്തുത യോഗത്തിൽ ഇറവച്ചിറ സെന്റ് മേരീസ് ചർച്ച് വികാർ ഫാദർ ജെയിംസ് അത്തിക്കളം അധ്യക്ഷത വഹിച്ചു. വാകത്താനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബെന്നി ഇളംകാവിൽ, PTA പ്രസിഡന്റ് ശ്രീ സന്ദീപ് കുമാർ എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ചു. പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണം. മാതൃകയായി സെന്റ് ജോർജ് UPS. റാബിസ് രോഗബാധയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായി സെന്റ് ജോർജ് UP സ്കൂളിൽ വാകത്താനം കമ്മ്യൂണിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു. തെരുവു നായ്ക്കളുടെ വർധനവും പേവിഷ രോഗബാധിതരുടെ എണ്ണത്തിലെ വർധനവും വളരെ ഗുരുതരമായി കാണേണ്ട ഒന്നാണെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ കരുണ FCC പറഞ്ഞു. പേവിഷബാധയ്ക്കെതിരെ സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകൾ അടങ്ങിയ ലേഖനം സ്കൂൾ അധ്യാപിക ശ്രീമതി സൗമ്യ കുട്ടികളെ വായിച്ചു കേൾപ്പിച്ചു. വായന പക്ഷാചരണം സമുചിതമായി കൊണ്ടാടി സെന്റ് ജോർജ് UPS. മലയാളികളെ വായനയുടെ പ്രാധാന്യം പഠിപ്പിച്ച ശ്രീ PN പണിക്കരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സെന്റ് ജോർജ് UPSൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. വായന പക്ഷാചരണം ഉദ്ഘാടനം SB കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ശ്രീ PJ കുര്യൻ നിർവഹിച്ചു. തുടർന്ന് കുട്ടികൾക്കായി പോസ്റ്റർ മത്സരവും പ്രസംഗ മത്സരവും ക്വിസ് മത്സരവും വായനാ മത്സരവും നടത്തപ്പെടുകയുണ്ടായി. ഫ്രണ്ട്സ് ലൈബ്രറിയുടെ സഹകരണത്തോടെ കുട്ടികൾക്കായി ഒരു പുസ്തക പ്രദർശനം അധ്യാപകൻ ശ്രീ ജോമോൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. അന്നേ ദിവസം തന്നെ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു. ഇതേ തുടർന്ന് കുട്ടികളുടെ നിരവധിയായ കലാപരിപാടികൾ നടത്തപ്പെട്ടു. മരുഭൂകരണം, വരൾച്ച, പ്രതിരോധം എന്നിവയെ ലക്ഷ്യമാക്കി പരിസ്ഥിതി ദിനം ആഘോഷിച്ചു സെന്റ് ജോർജ് UPS. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിലൂടെ സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പരിസ്ഥിതി ദിനം സെന്റ് ജോർജ് UP സ്കൂളിൽ സംഘടിപ്പിച്ചു. അന്നേ ദിവസം ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ പ്രധാന അധ്യാപിക പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ഗാനവും പ്രതിജ്ഞയും നടന്നു. തുടർന്ന് വൃക്ഷത്തായി നടിയിലും പോസ്റ്റർ നിർമ്മാണ മത്സരവും നടത്തപ്പെട്ടു. കുട്ടികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് സെന്റ് ജോർജ് UPS. പുതുപ്പള്ളിയിലെ INE ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നൽകപ്പെട്ടു. ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ ഒഴിവാക്കാം, വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ് നൽകപ്പെട്ടു. ഇതേ തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി എക്സിബിഷനും നടത്തപ്പെട്ടു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.